നമ്മുടെ AI യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റ ലീക്ക് ആവുന്നുണ്ടോ, സെക്യൂർ ആണോ? നമ്മൾ ഈ നാനോ ബനാനൊക്കെ വെച്ച് അല്ലെങ്കിൽ AI ജനറേറ്റീവ് മോഡൽസ് ഒക്കെ വെച്ച് ഇമേജ് ഒക്കെ ജനറേറ്റ് ചെയ്യുമ്പോൾ ആപ്പ് ഉണ്ടാക്കാൻ ലവബിൾ യൂസ് ചെയ്താൽ മതി, വേറെ നോളേജ് ഒന്നും വേണ്ട. AI എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ആപ്പ് ഉണ്ടാക്കൽ മാത്രമല്ല. സ്കാനിങ് റിപ്പോർട്ട് ഫസ്റ്റ് കിട്ടുന്നു, ഒരു 1 or 2 hours വെയിറ്റ് ചെയ്യണം. ഞാനപ്പോൾ വെറുതെ ChatGPT ചോദിച്ചു, ഓക്കെ ഇസ് ദിസ് റിസൾട്ട് ഫൈൻ ഓർ ബാഡ്? ഗൂഗിൾ ഷീറ്റിൽ ഉപയോഗിക്കാം, എക്സലിൽ ഉപയോഗിക്കാം. അവിടെ ഇക്വേഷൻസ് ഓട്ടോമാറ്റിക്കലി വരും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഓൾറെഡി പ്രോഗ്രാമിംഗ് ഫീൽഡിലുള്ള ആളുകൾക്ക് ഒരു ദിവസത്തിന്റെ പകുതി സമയം കൊണ്ട് 2-3 ദിവസത്തെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ChatGPT 4 5 പോയപ്പോൾ ഒരുപാട് ആൾക്കാർ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിപ്പോ തീരെ ഫ്രണ്ട്ലി അല്ല, ഭയങ്കര റഫ് ആയിട്ടാണ് സംസാരിക്കുന്നത് GPT. നമുക്ക് സ്പ്രെഡ്ഷീറ്റിന്റെ അകത്ത് ഒരുപാട് ആയിട്ടുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. വെൽക്കം ടു അവർ AI പോഡ്കാസ്റ്റ് ആൻഡ് വി ഹാവ് ഫാസിൽ ആൻഡ് സദീദ് വിത്ത് മീ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025, ഓൾമോസ്റ്റ് വി ആർ അറ്റ് ദ എൻഡ് ഓഫ് 2025. അപ്പോൾ AI എത്രത്തോളം നമ്മളെ ഇമ്പാക്ട് ചെയ്തു, എവിടെ എത്തി നിൽക്കുന്നു, ആൻഡ് ഏതൊക്കെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്തു, ആൻഡ് 2026 ആകുമ്പോൾ AI ബന്ധപ്പെട്ട് എന്തൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, എന്തൊക്കെ ശ്രദ്ധിക്കണം, റൈറ്റ്? മേ ബി റിലേറ്റഡ് ടു എംപ്ലോയ്മെന്റ്, കരിയർ എന്നൊക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. കേരളത്തിൽ AI ലിറ്ററസി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മൾ AI ടൂൾസ് നമ്മൾ ലൈഫിൽ യൂസ് ചെയ്ത് തുടങ്ങി അല്ലെ? നാനോ ബനാന ഇമേജ് എഡിറ്റിങ്ങിന് അറിയാം. അതേപോലെ ഇപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർ ആവട്ടെ വീട്ടിൽ കുറച്ച് റെസിപ്പീസ് കുക്കിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ സജഷൻസിന് വേണ്ടി അല്ലെങ്കിൽ സ്പൈസസ് കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്തിട്ടൊക്കെ ChatGPTയോട് സജഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് ഒരു ഹോണസ്റ്റ് ഒപ്പീനിയൻ, ഹൗ AI ഈസ് ഇൻഫ്ലുവൻസിങ് യുവർ ലൈഫ്. ഒരു ടിപ്പിക്കൽ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ നമ്മള് എല്ലാ മേഖലയിലും AI ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന മേഖല നമുക്കറിയാമല്ലോ, നമ്മുടെ സർവീസ് ഇൻഡസ്ട്രിയിലാണ്. പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ കസ്റ്റമേഴ്സിനായിട്ട് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും AI നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡോക്യുമെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതിന് പോയിന്റ്സുകൾ വേണം. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഫോർമാറ്റ് ചെയ്യൽ മാത്രമായിരുന്നു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ പോലെ ബിഹേവ് ചെയ്യാൻ ഇന്ന് AI കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അവിടെ വളരെ വലിയ മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനെ വളരെ റിലയബിൾ ആയിട്ട് ഡാറ്റ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. AI നമുക്ക് പെർപ്ലക്സിറ്റി പോലത്തെ ടൂളുകൾ, അവിടെ എവിടെ നിന്നാണ് ഡാറ്റ എടുക്കുന്നത്, കൃത്യമായിട്ട് ഡാറ്റ എടുക്കുന്ന സോഴ്സ്, ഓതന്റിക് ആയിട്ടുള്ള ഡാറ്റ തരാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ ഡാറ്റ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കൊരു ടെൻഷൻ വരുന്നൊരു വേർഡാണ്. കാരണം കേരളത്തിൽ എല്ലാവരും, അല്ലെങ്കിൽ ഞാൻ കേരളം എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലായിടത്തും ഉണ്ട് ഒരു ടെൻഷൻ. നമ്മുടെ AI യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റ ലീക്ക് ആവുന്നുണ്ടോ, സെക്യൂർ ആണോ? ഫാസിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഓഫ് കോഴ്സ് നമ്മുടെ ഡാറ്റ AI മോഡൽസ് അത് ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ പറഞ്ഞ പോലെ റീസെന്റ് ഇപ്പോൾ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, റൈറ്റ്? അവര് ഒരു ലീഗൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സൈഡിൽ നിന്ന് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ മേ ബി അത് അവർക്ക് ഷെയർ ചെയ്യേണ്ടതായിട്ട്. എക്സാക്ട്ലി. അപ്പം അത്തരത്തിലുള്ള കൺസേൺ മാത്രമേ ഉള്ളൂ, അല്ലാതെ അതൊരു പബ്ലിക്കലി എല്ലാവർക്കും അവൈലബിൾ ആവുന്ന രീതിയിലോട്ടൊന്നും പോകുന്നു തോന്നുന്നില്ല. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഈ നാനോ ബനാനൊക്കെ വെച്ച് അല്ലെങ്കിൽ AI ജനറേറ്റീവ് മോഡൽസ് ഒക്കെ വെച്ച് ഇമേജ് ഒക്കെ ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് പബ്ലിക് ആക്കിയിട്ടാൽ ഓഫ് കോഴ്സ് എല്ലാവർക്കും ആക്സസ് ചെയ്യാം. ഈ AI മേഖലയിൽ ഒരുപാട് ലീഗൽ ഇംപ്ലിക്കേഷൻ ഒക്കെ വരേണ്ടതുണ്ട്. ബട്ട് എന്നിരുന്നാലും അത്ര വലിയൊരു ഡാറ്റ ഒരു കൺസേൺ ഇപ്പൊ ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ ശരിയാണ്. കാരണം കുറച്ചും കൂടി ഫേസ്ബുക്കിൽ തന്നെ നമ്മുടെ ഡാറ്റ ഓൾറെഡി ഓപ്പൺ ആണ്. നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ഉണ്ട്, നമ്മുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ അതിൽ പോസ്റ്റ് നോക്കിയാൽ മതി. അതേ സംഭവം തന്നെയാണ് നമ്മളും ChatGPT ആവട്ടെ, പെർപ്ലക്സിറ്റി ആവട്ടെ, ഏത് AI മോഡലും ഫീഡ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിലിപ്പോ നമുക്ക് ഇന്ത്യയിൽ ഡാറ്റ സെക്യൂരിറ്റിനെ കുറിച്ചിട്ട് അത്ര ബോധവാന്മാരല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇപ്പൊ ഫ്രീ ആയിട്ട് ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ആയിട്ട് ഈ നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് ആ ഡാറ്റ തന്നുകൊണ്ട്. പക്ഷെ നമുക്കറിയാം എംസ്കോറിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് കൂടുതലും US, യൂറോപ്പിലുള്ള പ്രൊജക്ടുകളാണ്. അവിടെ കറക്റ്റ് ആയിട്ട് ഡാറ്റയുടെ എന്താ പറയാ സെക്യൂരിറ്റി, പ്രൈവസി ഇഷ്യൂ, ആ കോംപ്ലയൻസ് അനുസരിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റാറുള്ളൂ. നമുക്കറിയാം അവിടെ യൂറോപ്പിലാണെങ്കിൽ GDPR കോംപ്ലയൻസ് ഉണ്ട്, ഹെൽത്തുമായി ബന്ധപ്പെട്ടതിന് US HIPAA കോംപ്ലയൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ സാധാരണ ഒരു ChatGPT നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കിത് കിട്ടില്ല. എന്നാൽ ChatGPTയുടെ തന്നെ എന്റർപ്രൈസ് വെർഷനിൽ അവർ കൃത്യമായിട്ട് GDPR ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഈ ChatGPT തന്നെ ആമസോണിന്റെ അഷ്യൂർ സെർവറിൽ, അഷ്യൂർ ഓർ അസൂർ, നമ്മൾ ഇന്ത്യയിലെ അസൂർ എന്ന് പറയാറുണ്ട്, അഷ്യൂർ സെർവറിൽ നമുക്ക് ആ ഡാറ്റ അതിന്റെ അകത്ത് നിന്ന് പുറത്തു പോകാത്ത രീതിയിലും സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ എല്ലാത്തിന്റെയും പ്രൈവസി കോംപ്ലൈന്റ് ആയിട്ടുള്ള വേർഷൻസ് ഉണ്ട്, അല്ലാതെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഷൻസ് ഉണ്ട്. സോ ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോൾ ChatGPT Go എന്ന് പറഞ്ഞ ഇന്ത്യക്കാർ ഒരു പ്ലാൻ ഉണ്ടാക്കി. അതുപോലെ പെർപ്ലക്സിറ്റി എയർടെലുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് എയർടെൽ യൂസേഴ്സ്, ജിയോ പറഞ്ഞ പോലെ ഗൂഗിളിന്റെ Gemini. അപ്പം ഇത് ഇത്രയും വലിയൊരു അൺടാപ്ഡ് മാർക്കറ്റിൽ ടാപ്പ് ചെയ്യാന്ന് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ നമ്മുടെ
ഇത്ര ബില്യൺസ് ഓഫ് ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു ഡാറ്റ കളക്ഷൻ അവരുടെ മോഡലിനെ ട്രെയിൻ ചെയ്യാനുള്ള മെത്തേഡ് ആയിട്ടും കൂടെയാണ് ഇതിനൊക്കെ. പിന്നെ യൂസേജ് നോക്കുമ്പോൾ ഞാൻ എന്റെ ഒരു പേഴ്സണൽ കൂടി പറയാം. എന്റെ വൈഫിനെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്, സ്കാനിങ് റിപ്പോർട്ട് ഫസ്റ്റ് കിട്ടുന്നു, ഒരു 1 or 2 hours വെയിറ്റ് ചെയ്യണം. ഞാനപ്പോൾ വെറുതെ ChatGPT ചോദിച്ചു, ഓക്കെ ഇസ് ദിസ് റിസൾട്ട് ഫൈൻ ഓർ ബാഡ്? അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ദിസ് ഈസ് ഗുഡ്, എവറിത്തിങ് ഈസ് ക്ലിയർ. പക്ഷെ ഞാനത് ഫൈനൽ വെർഡിക്റ്റ് ആയി എടുത്തില്ല, 1 to 2 hours വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു, ഡോക്ടർ അപ്പോൾ തന്നെ പറഞ്ഞു യു ക്യാൻ ഗോ. ഇൻ 2 minutes ഡോക്ടർ എന്താണ് ഈ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, യു ക്യാൻ ഗോ. ബട്ട് ഓവറോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോ നിലവിൽ നമുക്ക് മെഡിക്കൽ ഒപ്പീനിയൻ ഒക്കെ എടുക്കണമെങ്കിൽ ഇപ്പൊ തരുന്നുണ്ടെങ്കിൽ ഒരു WHO അല്ലെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒക്കെ ഒരു കൺഫർമേഷൻ തരണം. പക്ഷെ ഇൻ ഫ്യൂച്ചർ ഇതൊക്കെ ഈ രീതിയിലുള്ള റിഡണ്ടന്റ് ടൈം അല്ലെങ്കിൽ അൺവാണ്ടഡ് ടൈം ഒക്കെ നമുക്ക് ലൈഫിൽ വേസ്റ്റ് ചെയ്ത് ഒരു സ്മൂത്ത് ലൈഫ് AI നമുക്ക് സഹായിക്കുന്ന തോന്നുന്നു. ട്രൂ. ഇതിലിപ്പോ ഈ മെഡിക്കൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മൾ ChatGPT 4 5 പോയപ്പോ ഒരുപാട് ആൾക്കാർ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ തീരെ ഫ്രണ്ട്ലി അല്ല, ഭയങ്കര റഫായിട്ടാണ് സംസാരിക്കുന്നത് GPT. അപ്പൊ അവർ ഓപ്പൺ എയർ സൈഡിൽ നിന്നുള്ള അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് റെസ്പോൺസ് ആയിട്ട് അവർ പറയുന്നത് ഇത് കുറച്ചും കൂടെ ഫാക്ച്വൽ ആയിട്ട് ഞങ്ങൾ അപ്രോച്ച് ചെയ്യാണ്. കാരണം ഇതിപ്പോ ഒരു മെഡിക്കൽ പർപ്പസിനൊക്കെ ചെറിയ രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് എന്ത് പറഞ്ഞാലും നമുക്ക് സമാധാനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നതിൽ കാര്യമില്ല. ഫാക്ച്വൽ ആയിട്ട് ഇന്ന പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഡോക്ടറെ കാണണം, ഇത് പ്രശ്നമാണെങ്കിൽ പ്രശ്നമാണെന്ന് തന്നെ ഫാക്ച്വൽ ആയിട്ട് സംസാരിക്കണം. അപ്പം ആ ഒരു മെഡിക്കൽ പർപ്പസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇതിനെ കുറച്ചും കൂടെ ഫ്രണ്ട്ലിനെസ് മാറ്റി ഫാക്ച്വലി സംസാരിക്കുന്ന ഒരു മോഡലാക്കി എന്ന് പറയുന്നത്. ഈ ChatGPT 4, 5 എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താ 4, 5? ആക്ച്വലി അത് മോഡൽ നമ്പേഴ്സ്, വെർഷൻസ് അല്ല. Exactly. അതൊന്ന് എല്ലാവർക്കും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ട് നന്നായിരിക്കും. We started using in 2022, 3 or 3.5 I believe. പിന്നെ അതിൽ തന്നെ പല വേരിയേഷൻസ് ഉണ്ടായിരുന്നു, ടർബോ, പിന്നെ മൾട്ടിപ്പിൾ പർപ്പസിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത പല മോഡൽസ്. അപ്പൊ എല്ലാത്തിലും പിന്നെ 4 ഒക്കെ ആകുമ്പോൾ അതിൽ 4O ഉണ്ട്, പിന്നെ കുറച്ചും കൂടെ O സീരീസ് ഉണ്ട്, കുറച്ചും കൂടെ സയൻസ് മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കൈകാര്യം ചെയ്യാൻ. അതുപോലെ ജനറൽ പർപ്പസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4O ഉണ്ട്, പിന്നെ അതിൽ 4O മിനി ഉണ്ട്, പിന്നെ അതിന് നാനോ ഉണ്ട്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മോഡൽസും അത് ട്യൂൺ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ. അപ്പൊ എത്രത്തോളം റീസണിങ് എബിലിറ്റി വേണം, അപ്പൊ അതിനനുസരിച്ചുള്ള ഓരോ വേരിയേഷൻ ആണ്. പിന്നെ ഓവറോൾ എല്ലാം ഡീൽ ചെയ്യാൻ പറ്റുന്ന 4O ഉണ്ട്. ഇപ്പൊ 5 ആണെങ്കിൽ 5 ഓവറോൾ എല്ലാം ഡീൽ ചെയ്യാൻ പറ്റും. മോഡൽ അനുസരിച്ച് പ്രൈസിംഗ് മാറൂല്ലേ? പ്രൈസിംഗ് ഓഫ് കോഴ്സ് മാറും. അതിപ്പോ നമ്മൾ API ത്രൂ യൂസ് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ഡയറക്റ്റ് യൂസർ ഇന്റർഫേസ് വഴി യൂസ് ചെയ്യുകയാണെങ്കിലും ഓരോ മോഡൽസിനും അതിൻ്റെതായിട്ടുള്ള പ്രൈസ് വേരിയേഷൻ. ഈ API എന്ന് പറയുമ്പോൾ ഞാൻ സതിനോട് ചോദിക്കാം, എന്താണ് ലൈക്ക് പ്രഷർക്ക് താല്പര്യം ഉണ്ടാവും? API ഒരു പുതിയ വേർഡാണ് അല്ലെ? ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് API, അല്ലെങ്കിൽ എന്താണ് ഈ AI-യും API ഉള്ള ബന്ധം? API എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് AI-യുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്ത് വരുന്നത്. നമുക്ക് വേറെ ഒരു ടൂളുമായിട്ട്, ഒരു പ്ലാറ്റ്ഫോമുമായിട്ട്, ഓൺലൈനിലുള്ള ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ APIs യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ഇന്റർഫേസിന് വേണ്ടിയിട്ട് ആ ആപ്ലിക്കേഷനിലെ എല്ലാ ഫീച്ചേഴ്സും അവിടെ അല്ലെങ്കിൽ API-യുമായി കണക്ട് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാം, ഇതിനൊരു ഡോക്യുമെന്റേഷൻ ഉണ്ടാവും. ഈ ഡോക്യുമെന്റേഷൻ പ്രകാരം നമുക്ക് ആവശ്യമുള്ള ടൂളിന്റെ API ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് എനിക്ക് ChatGPT ഉപയോഗിക്കണം, എന്റെ ആപ്പിൽ ChatGPT ഉപയോഗിക്കണം, അപ്പൊ ഞാൻ അതിന്റെ ഡോക്യുമെന്റേഷൻ കണക്ട് ചെയ്ത് API എന്റെ ആപ്പിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, എന്റെ ആപ്പിൽ ഈ ChatGPT ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ പറ്റും. ഈ API എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഓട്ടോമേഷനിലോട്ടാണ് പോകുന്നത്. നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ അതിലൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത് ഓട്ടോമേഷനിലോട്ടാണ്. ബട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഏജന്റ് KIയിലെ വൺ ഓഫ് ദ മെയിൻ ഫീച്ചർ ആണ് എന്ത്, ടൂൾസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അത് അനലൈസ് ചെയ്താൽ മൾട്ടിപ്പിൾ റിസോഴ്സസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സർവീസസ് കണക്ട് ചെയ്താൽ മാത്രമേ ഒരു ഏജന്റ് KI വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതിൽ മേ ബി വെബ് ബ്രൗസ് ചെയ്യേണ്ടി വരും, നമ്മൾ മൾട്ടിപ്പിൾ MCPനെ കോൾ ചെയ്യേണ്ടി വരും, അതുപോലെ വെതറിന്റെ APIs-നെ വിളിക്കേണ്ടി വരും. അപ്പൊ അതിലൊരു കൂടെ ഈ ഒരു അതാണ് കണക്ഷൻ വരുന്നത്. പല ആപ്ലിക്കേഷനിൽ ഡാറ്റ എടുക്കാനും പുഷ് ചെയ്യാനുള്ള ഒരു പ്രോട്ടോകോൾ നിയമമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ളതാണ് MCP, മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. API-യിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആപ്പ് ഉണ്ടാക്കാൻ ലവബിൾ യൂസ് ചെയ്താൽ മതി, വേറെ നോളേജ് ഒന്നും വേണ്ട, കോഡിംഗ് നോളേജ് വേണ്ട. അല്ല, ആപ്പ് ഉണ്ടാക്കാൻ കോഡിംഗ് നോളേജ് വേണം, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് വെച്ചിട്ട് ChatGPT വെച്ച് ആപ്പ് ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിലുള്ള ഡിസ്കഷൻസ് പോകുന്നുണ്ട്. സതീഷ് ശ്രദ്ധിച്ചിരുന്നോ? അപ്പൊ അതിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ AI എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ആപ്പ് ഉണ്ടാക്കൽ മാത്രമല്ല. ഇനിയിപ്പോ നമ്മളെ ഡിസ്കഷൻ ആപ്പ് ഉണ്ടാക്കുന്നതിന് മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൂൾസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ലവബിൾ ഉണ്ട്, ബോൾട്ട് ഉണ്ട്. പിന്നെ ആ വീഡിയോയിൽ പെർട്ടിക്കുലർലി കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് ChatGPTയുടെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, ക്ലോഡ് ഉണ്ട്, ക്ലോഡിലും കോഡിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഇതിന്റെ കൂടെ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എക്സ്റ്റൻഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു സപ്പോർട്ടായിട്ട് അസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ടൂള് നമുക്ക് യൂസ് ചെയ്യാം, നമ്മുടെ പ്രോഗ്രാമിംഗ് ലെവൽ നോളജ് അനുസരിച്ച് നമുക്ക് ടൂളുകൾ ഉപയോഗിക്കാം.
അപ്പോൾ ഒരു ഐഡിയ ഇല്ലാതെ പ്രോഗ്രാമിംഗിന്റെ ഐഡിയ ഇല്ലാതെ എനിക്ക് എന്ത് വേണമെന്ന് മാത്രം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലവബിൾ, ബോൾട്ട്, ഡീപ് സൈറ്റ് പോലുള്ള ടൂളുകൾ അവൈലബിൾ ആണ്. അതേസമയം എനിക്ക് ഓൾറെഡി കോഡിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ ക്ലോഡ് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അതുപോലെ തന്നെ കേഴ്സർ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. പക്ഷെ അത് ഓൾറെഡി പ്രോഗ്രാമിംഗ് ഫീൽഡിലുള്ള ആളുകൾക്ക് അവരിപ്പോ 1-2 ദിവസത്തിൽ ചെയ്യുന്ന ജോലികൾ 1-2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പകുതി സമയം കൊണ്ട് 2-3 ദിവസത്തെ ജോലികൾ അവർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്യുന്നു, നമ്മുടെ നോളജ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് ടൂളുകൾ യൂസ് ചെയ്യാം. ഇവിടെ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറെ നോളജ് ഉണ്ടെങ്കിൽ അത്രയും കോസ്റ്റ് കൊടുത്ത് നമുക്ക് ചെയ്യേണ്ട ടൂൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒന്നും അറിയില്ലെങ്കിലും കുറച്ച് പേ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അത്രയും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ടൂളുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫാക്ടർ തന്നെ കോസ്റ്റ് മാത്രമല്ല, ടൈമും കൂടിയാണല്ലോ. അപ്പൊ കോഡേഴ്സ് വെച്ചിട്ട് നമ്മൾ പണ്ട് ഒരു ആപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം ഒരു ബീറ്റ ടെസ്റ്റിംഗ്, ആൽഫ ടെസ്റ്റിംഗ്, അങ്ങനെ കുറെ ടെസ്റ്റിംഗ് ഉണ്ട്. നമുക്ക് തന്നെ കാണാം ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്നൊക്കെ പല പേരിലും, സിലീനിയം ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3 months 4 months 6 months ഒക്കെ പ്രോജക്റ്റ് പോകാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ലാസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു UGC ആഡ് സോറ 2 വെച്ചിട്ട് ആഡ് ഉണ്ടാക്കുന്നു, അതൊരു ആപ്പായിട്ട് വിഷ്വലൈസേഷൻ കാണുന്നു, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് കപ്പിൾ ഓഫ് ഡേയ്സിന്റെ ഉള്ളിലാണ്. അപ്പൊ ടൈം ഈസ് എ ഫാക്ടർ അല്ലേ? എന്താ ഒരു തോട്ട് ടൈമിനെ പറ്റി? ടൈം ഓഫ് കോഴ്സ് നമുക്കിപ്പോ AI ആണെങ്കിലും ഓട്ടോമേഷൻ ആണെങ്കിലും എന്തുകൊണ്ട് ഇപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് സേവ് ചെയ്യുന്നത് ഫൈനലി എന്താണ്? ഒരുപാട് സമയം, പിന്നെ മാനുവൽ എറേഴ്സ്, ഹ്യൂമൻ എറേഴ്സ് വരാനുള്ള ചാൻസ് കുറക്കുന്നു, കുറെ പൈസ സേവ് ചെയ്യുന്നു. ബിക്കോസ് വി ക്യാൻ എന്താ പറയാ, കുറെ ആൾക്കാരെ എംപ്ലോയീസിനെ കുറക്കാൻ പറ്റും, അതുകൊണ്ട് ടൈം സേവ് ചെയ്യാം. ഇപ്പൊ ലവബിൾ പോലത്തെ ആപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പം അത് നമ്മളൊരു സംഭവം ഡെവലപ്പ് ചെയ്തൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിലിപ്പോ ഒരു എറർ വരികയാണെങ്കിൽ അതിപ്പോ ഒരു കോഡിംഗ് അറിയാത്ത ആള് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അതില് ഇപ്പോ ലവബിളിന്റെ അകത്ത് നമുക്ക് ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പ്രീ പ്രൊഡക്ഷൻ സ്റ്റെപ്സ് എന്ന് പറഞ്ഞ സ്റ്റെപ്സ് ഉണ്ട്. നമ്മളൊരു ആപ്പ് ഡെവലപ്പ് അത് നമ്മൾ കറക്റ്റ്, അതിപ്പോ AI അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രോംപ്റ്റ് ടീക്ക് ഇല്ലാതെ തന്നെ ഫസ്റ്റ് പ്രോംപ്റ്റ് തന്നെ നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി അവിടെ നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ പ്രോപ്പറായിട്ട് പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അവിടെ ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് പ്രോഗ്രാമിംഗ് അറിയാന്നുള്ളത്. അതിൽ കൂടുതൽ അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. നമുക്ക് പ്രോംപ്റ്റിലൂടെ ഒരുപാട് മാറ്റങ്ങൾ, ചേഞ്ചസ്, എറേഴ്സ് ഒക്കെ മാറ്റാൻ പറ്റും. എനിക്കൊരു കമന്റ് ആഡ് ചെയ്യാനുള്ള, എനിക്ക് ലവബിൾ യൂസ് ചെയ്യുന്ന TS സ്ക്രിപ്റ്റ് ആണോ എന്താ? Node.js-ലാണ് ആക്ച്വലി ലവബിളിന്റെ ബാക്കെൻഡ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ ഞാൻ കണ്ടത്, ഇപ്പൊ നമ്മൾ ആപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് സ്റ്റെക്കായി. അപ്പൊ സ്റ്റെക്കായപ്പോ ഇതിൽ ഏത് പോയിന്റ് ഓഫ് കോഡ് ആണെന്ന് ചോദിച്ചാൽ ലവബിൾ അതിൽ പോയിന്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ നമ്മൾ കമ്മിങ് ബാക്ക് ടു അവർ മെയിൻ പോയിന്റ്, ഈ ആപ്സ് ഒക്കെ പറയുമ്പോൾ സാധാരണക്കാർക്ക് കുറെ ഐഡിയാസ് ഉണ്ടാവും അല്ലെ? എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ വേൾഡിൽ കുറച്ച് റെവല്യൂഷനൈസ് ചെയ്യണം, ലോകം അറിയുന്ന ആപ്പ് ഉണ്ടാക്കണം. അവർക്കൊക്കെ ഈസി ആയിട്ട് എന്താണ് ഒരു ആപ്പ് ഉണ്ടാക്കാനും ഐഡിയാസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണ് ലവബിൾ. അപ്പൊ AI ലിറ്ററസി എന്ന് പറയുമ്പോൾ ആ ഒരു നാനോ ബനാന അതിലോട്ട് നമ്മൾ ആ ടോപ്പിക് ആണല്ലോ AI ലിറ്ററസി വരുമ്പോൾ ഈ 2025 കുറെ ഹൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഹൈപ്പിനനുസരിച്ച് എന്താണ് ഞാൻ പറയുമ്പോൾ ഒരു AI ലിറ്ററസി ഇല്ല, അല്ലെങ്കിൽ ആപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ സാധാരണക്കാർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ടെന്ന് അറിയുന്നില്ല. ചില ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണും നാനോ ബനാന ലിമിറ്റഡ് ആവുന്നുണ്ട്, എന്നാൽ കുറെ പേര് എന്താണ് AI വലിയൊരു ബൂം ഹൈപ്പ് ഒന്നും വിചാരിക്കുന്നുണ്ട്. ഓവറോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ആണ്. അതിനെ കുറിച്ച് എന്താണ് ഫാസിലിന് പറയാനുള്ളത്? ഇപ്പം AI ഹൈപ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ AI ഹൈപ്പ് ഓഫ് കോഴ്സ് ഉണ്ട്. ആൾക്കാർക്ക് ഇപ്പോൾ ഉള്ള കേരളത്തിലെ ഒരു നോളജ് ലെവൽ എന്ന് വെച്ചാൽ ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മേ ബി അത് ചെറിയ ചെറിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അത് വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിലും അതിപ്പോ ഒരു റവന്യൂ മോഡലാക്കാനോ അതല്ലെങ്കിൽ അതൊരു ബിസിനസ് ഫങ്ഷനാലിറ്റി ഓട്ടോമേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു നോളജ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓഫ് കോഴ്സ് നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയാൽ കാണാം ഒരുപാട് പേജസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വതി അച്ചുടോടെ അങ്ങനത്തെ ഒരുപാട് പേജസ് ഉണ്ട്. അപ്പം അവരൊക്കെ അത് ബുദ്ധിപൂർവ്വം യൂസ് ചെയ്ത് ആ ടൂൾസിനെ ഇപ്പോൾ AI വീഡിയോ ജനറേഷൻ ആണെങ്കിലും ഇമേജ് ജനറേഷൻ ആണെങ്കിലും ഒക്കെ അതിനെ ബുദ്ധിപൂർവ്വം യൂസ് ചെയ്ത് അത് റവന്യൂ മോഡലാക്കി മാറ്റിയത്. അപ്പോൾ അതിലിപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസിനൊക്കെ ഇപ്പോൾ മില്യൺ വ്യൂസ് ഒക്കെയാണ്. അപ്പോൾ അവർക്ക് ഓഫ് കോഴ്സ് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി, അതുവഴി ആഡ് റൺ ചെയ്യുന്നുണ്ട്, കൊളാബറേഷൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ യൂസ് ചെയ്ത ആൾക്കാരുണ്ട്. അതല്ലാതെ കേവലം നമ്മുടെ ഫോട്ടോ വെച്ച് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫോട്ടോ വെച്ചൊന്നും ഫേസ് മാറ്റി അല്ലെങ്കിൽ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്ത് അങ്ങനെ അതങ്ങ് വിട്ട ആൾക്കാരും ഉണ്ട്. അപ്പം എഡ്യൂക്കേഷൻ ലെവൽ ഇപ്പോഴും നമുക്ക് ഒരുപാട് പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ. കുറച്ചും കൂടി പ്രേക്ഷകർക്ക് എല്ലാവർക്കും AI ടൂൾസ് എങ്ങനെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, കുറച്ച് ടൂൾസ് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ആക്ച്വലി ബിസിനസ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ സ്റ്റുഡൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന റിയൽ ആപ്ലിക്കേഷൻ ലെവലിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഡിസ്കഷൻ പോകുമ്പോഴാണ് അത് ആളുകൾക്ക് ഒരു ഉപകാരപ്രദമാകുന്ന ഡിസ്കഷൻ ആവുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ നമുക്ക് ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലവബിൾ ഉപയോഗിക്കുന്നുണ്ട്, ബോൾട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതല്ല നമുക്ക് അറിയുന്ന കോഡുകൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വേറെ ടൂളുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗാമ യൂസ് ചെയ്യുന്നുണ്ട്. ഗാമ
ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്നത് AI ടൂൾ തന്നെയാണ്. ക്യാൻവയുടെ AI മാജിക് സ്റ്റുഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ നമുക്ക് അവിടുത്തെ സിറ്റുവേഷൻ ഈ ഗാമ വരുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ചില ആഡ്സിലെ കാണുമല്ലോ 10-15 മിനിറ്റിനുള്ളിൽ ഒരു 15 മിനിറ്റ്സിന്റെ ഉള്ളിൽ ഒരു പ്രസന്റേഷൻ ക്വിക്കായിട്ട് ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു ഗാമ അച്ചീവ് ചെയ്യാൻ പറ്റും. ഗാമ കൊണ്ട് അത് ചെയ്യാൻ പറ്റും. ഗാമ പ്രസന്റേഷന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ ഗാമ ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകൾക്ക് നല്ല രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെസ്യൂമുകളും CV-കളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊരു ന്യൂ തിങ്. കാരണം ഞാൻ ഗാമ പ്രസന്റേഷന് മാത്രമാണ് ട്രൈ ചെയ്ത്, റെസ്യൂമൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറഞ്ഞത് ഒരു ന്യൂ. റെസ്യൂമെ ചെയ്തിട്ട് നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ പബ്ലിഷ് ചെയ്ത് ലിങ്ക് ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നോളജും കൂടെ അവർക്ക് അവിടെ കാണിക്കാൻ പറ്റും. പിന്നെ നമുക്ക് സ്പ്രെഡ്ഷീറ്റിന്റെ അകത്ത് ഒരുപാട് ആയിട്ടുള്ള അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ന്യൂമറസ് AI. ന്യൂമറസ് AI എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇക്വേഷൻ അറിയാത്ത ആൾ ChatGPT പോയി ചോദിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ ന്യൂമറസ് AI ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എയ്തർ അത് ഗൂഗിൾ ഷീറ്റിൽ ഉപയോഗിക്കാം, എക്സലിൽ ഉപയോഗിക്കാം. അവിടെ ഇക്വേഷൻസ് ഓട്ടോമാറ്റിക്കലി വരും. അല്ലെങ്കിൽ ChatGPT ചെയ്ത് തരുന്ന ഫംഗ്ഷൻസ് ഒക്കെ അവർക്ക് എന്താ, ദുബായിലൊക്കെ കുറെ അക്കൗണ്ടിങ് ആളുകളൊക്കെ എക്സൽ ഗൂഗിൾ ഷീറ്റ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവർ അപ്ഗ്രേഡ് ചെയ്യാൻ റെഡി അല്ല. അപ്പൊ അവർക്ക് ഉള്ള സോഫ്റ്റ്വെയറിൽ തന്നെ ഈ ന്യൂമറസ് AI അഡപ്റ്റ് ചെയ്യാം അല്ലെ. ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. ഇനി നമുക്ക് മീറ്റിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, മീറ്റിംഗ് നമ്മൾ നമ്മുടെ Zoom ഒക്കെ നമ്മൾ മീറ്റിംഗ് ചെയ്യും, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിൽ ചെയ്യും. ഈ മീറ്റിംഗിന്റെ ഏറ്റവും പ്രധാനം നമുക്ക് നോട്ട്സ് ചെയ്ത് എടുക്കല. ഇതിന് നമുക്ക് ഫയർഫ്ലൈസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ജെമിനിയുടെ തന്നെ എക്സ്റ്റൻഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട് പെയ്ഡ് വേർഷനിൽ. അതേപോലെ വേറെയും ടൂൾ ഉണ്ടല്ലോ, നോട്ട് ടേക്കർ ഒരു ടൂളാണ്. Zoom തന്നെ ഈ ഓപ്ഷൻ ഉണ്ട്. അപ്പോ ഈ ഫയർഫ്ലൈസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാല് ഈ പെന്നും പേപ്പറും വേണ്ട, ഓട്ടോമാറ്റിക് അവർ സമ്മറി, ആക്ഷൻ പോയിന്റ്, അടുത്ത ടാസ്ക് എന്തൊക്കെയാണ്, ആ ഒരു മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ഓട്ടോമാറ്റിക്കലി പ്രിപ്പയർ ചെയ്യും അല്ലെ. എന്നിട്ട് എനിക്ക് തോന്നുന്നു ക്ലയന്റിന് വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ അവർക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. ഇതിപ്പോ പറയുമ്പോൾ അതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ ആ ഒരു മീറ്റിംഗ് സമ്മറി കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഓട്ടോമേഷൻ വർക്ക് ഫ്ലോക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ഓരോ ആൾക്കും ആ ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. മീറ്റിംഗ് ഡിസ്കസ് ചെയ്ത പോലെ മെമ്പർ എ ഈ ടാസ്ക് ചെയ്യണം, മെമ്പർ ബി എന്നിട്ട് അവരുടെ മേ ബി അവരിപ്പോ ഒരു പ്രൊജക്ട് മാനേജ്മെന്റിന് മൺഡേ പോലത്തെ എന്തെങ്കിലും CRMs ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ അതിൽ അവർക്ക് ഒരു ടാസ്ക് ആയിട്ട് വരെ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അതൊരു ബിസിനസ് ലെവൽ ആപ്ലിക്കേഷൻസ് ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്. പക്ഷെ നമ്മളെ ഒരു ഓഡിയൻസിൽ കുറെ സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ പ്രൊഫഷണൽ കോളേജിലൊക്കെ പഠിക്കുന്നവരുണ്ടാവും. അവർക്കുള്ള ഒരു ടൂൾസ് എന്തെങ്കിലും? റിസർച്ചിൽ നമുക്ക് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് പെർപ്ലക്സിറ്റി. പെർപ്ലക്സിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോർമൽ AI കൂടെ നമ്മൾ റിസർച്ചിന് വേണ്ടി ഗൂഗിളിന്റെ നമ്മൾ സെർച്ചിനുള്ള ഫീച്ചേഴ്സും കൂടെ അത് വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് രീതിയിൽ നമുക്ക് ഡീപ്പായിട്ട് സെർച്ച് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ ഡോക്യുമെന്റ് ഏത് രൂപത്തിൽ വേണോ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. എടുത്ത് നോക്കിയപ്പോ പെർപ്ലക്സിറ്റിയും ഗ്രോക്കും ഒരേപോലെ തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. അതിൽ രണ്ടിലും തരുന്ന റിസൾട്ടിൽ ചെറിയൊരു കാര്യം വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. പെർപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അവർ പറയുന്നത് കുറച്ചും കൂടി റിസർച്ച് ഓറിയന്റഡും ഓതന്റിക് ആയിട്ടുള്ള ഡാറ്റ നിങ്ങൾക്ക് തരാനും വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കുന്നത്. അതേസമയം നമ്മൾ ഗ്രോക്കിലേക്ക് വരുമ്പോൾ അതും ലൈവ് ഡാറ്റ തരുന്നുണ്ട്. പക്ഷെ അത് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലുള്ള ഡാറ്റ എടുക്കുക എന്നുള്ള. അപ്പൊ നിങ്ങൾക്ക് ഒരു ട്രെൻഡ് അറിയണം, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിറ്റികളിലൊക്കെ ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന ട്രെൻഡ് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രോക്കാണ് ബെസ്റ്റ് ടൂൾ. എന്നാൽ നിങ്ങളൊരു പഠനവുമായി ബന്ധപ്പെട്ട് റിസർച്ചാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ഡോക്യുമെന്റ് ഓതന്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിഷേഴ്സ്, അതായത് ഓതന്റിക് ആയിട്ടുള്ള പബ്ലിഷേഴ്സിന്റെ അടുത്തുള്ള ഡാറ്റകളിൽ നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് പെർപ്ലക്സിറ്റി ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ തന്നെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യും. നമ്മൾ പണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ യൂട്യൂബിൽ അവർ തരുന്ന വീഡിയോസ് ഉണ്ടാവും. അതൊക്കെ പലതും പ്രൊമോഷണൽ വീഡിയോസ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ നമുക്ക് ഗ്രോക്കിൽ നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ ഫോൺ വാങ്ങുന്ന പ്രയോറിറ്റി കൊടുക്കുന്ന ക്യാമറയൊക്കെ ആണോ, ബാറ്ററി ബാക്കപ്പിനാണോ, ഇതൊക്കെ നമ്മൾ കറക്റ്റ് പ്രോംപ്റ്റ് ചെയ്തിട്ട് ഗ്രോക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പല കമ്മ്യൂണിറ്റികളും ആൾക്കാർ ചർച്ച ചെയ്തതൊക്കെ അനലൈസ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഏതാണ്, പ്രൈസ് റേഞ്ചിൽ ഏതാണെന്ന് തരുന്നുണ്ട്. അവിടെ ഗ്രോക്കാണ് ഏറ്റവും നല്ലത്. സോ ഇങ്ങനെ ഡിഫറെന്റ് യൂസ് കേസസിൽ നമുക്ക് ഇത് സ്റ്റുഡൻസിനായാലും അല്ലാത്തപ്പോഴും നമുക്ക് ഈ AI ടൂളുകൾ കൊണ്ടുണ്ട്. സ്റ്റുഡൻസിന് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയ ടൂൾ നോട്ട്ബുക്ക് എല്ലാം. കാരണം എനിക്ക് തോന്നുന്നു ഫാസിലാണ് എന്നോട് ആദ്യം നോട്ട്ബുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് അതിൽ ഏറ്റവും ഹൈലൈറ്റ് നമുക്ക് വേണ്ട ഡോക്യുമെന്റ് കൊടുക്കാം, എന്നിട്ട് പോഡ്കാസ്റ്റ് പോലെ ഇപ്പൊ നമ്മൾ തന്നെ പോഡ്കാസ്റ്റ് നടത്തുമ്പോൾ ഒരു ഡിസ്കഷൻ, ഒരു സർപ്രൈസിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അപ്പൊ അതേപോലെ അതിൽ രണ്ടുപേര് ഇംഗ്ലീഷിൽ പോഡ്കാസ്റ്റ് ചെയ്ത് നമുക്കൊരു തേർഡ് പേഴ്സണായിട്ട് എൻ്റർ ചെയ്യാം, എന്നിട്ട് ആ ടോപ്പിക്കിനെ പറ്റി ഇങ്ങനെ സംസാരിക്കാം. അതേപോലെ അതിൽ തന്നെ മൈൻഡ് മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റുഡൻസിന് പല ടൈപ്പ് സ്റ്റുഡൻസ്. ചില ആളുകൾക്ക് മൈൻഡ് മാപ്പ്, ഫിഗർ, പിക്ചറൈസ് ചെയ്ത് പഠിക്കാൻ ആവശ്യമുണ്ടാവും. ചിലർക്ക് കേട്ട് പഠിക്കാം. ഇപ്പൊ അതിൽ പോഡ്കാസ്റ്റ് രൂപത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് യാത്രയിൽ എവിടെ നിന്നാണെങ്കിലും കേട്ട് പഠിക്കാം. പിന്നെ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് കസ്റ്റം AI പോലുള്ള പല മെത്തേഡുകളും ഉണ്ട്. ഇവിടെ നോട്ട്ബുക്ക് എല്ലാം നമുക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റിസോഴ്സുകളിൽ നിന്ന് മാത്രമേ ആൻസേഴ്സ് അറിയുള്ളൂ.
അത് വളരെ കൃത്യമാണ്. ഇപ്പൊ ഞാനിപ്പോ ഒരു 5 ടെക്സ്റ്റ് ബുക്ക് കൊടുത്തു, 5 ബുക്കുകൾ PDF അപ്ലോഡ് ചെയ്തു. ഈ 5 ബുക്കുകളിൽ നിന്ന് മാത്രമേ ആൻസർ തരുള്ളൂ. ഇതിന്റെ പുറത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് പറയും ഇത് നിങ്ങളുടെ സിലബസ് നിങ്ങൾ തന്നതിലില്ല, ഇത് നമുക്ക് എന്താണ് സിലബസ് പ്രകാരം പഠിക്കാൻ വേണ്ടി സ്റ്റുഡൻസിന് നോക്കും, അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അതിലേക്ക് കൊണ്ടുവരില്ല. അത് റിയലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ടൂൾസ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. പക്ഷേ ഈ ടൂൾസിൽ നമ്മൾ പറഞ്ഞു വെക്കുന്ന കാര്യം വാല്യൂ ബേസ്ഡ് ആയിട്ട് അപ്ലൈ ചെയ്യണം. അത് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇനി എനിക്ക് ഫാസിലിനോട് ചോദിക്കാനുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ആണെങ്കിലും എല്ലാ ഒരു വീക്കിലും നമ്മൾ കാണുന്ന അല്ലെങ്കിൽ എല്ലാ മന്തിലും കാണുന്ന കാര്യമാണ്, ഫയർ ചെയ്തു AI ഡ്രിവൺ റോൾസിലോട്ട് അലൈൻ ചെയ്യാൻ വേണ്ടി എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ, TCS ആവട്ടെ, ആമസോൺ ആവട്ടെ, വേറെ ഏതൊക്കെ കമ്പനീസ് ഉണ്ടല്ലോ സത്യത്തിൽ, ലൈക്ക് അക്സെഞ്ചർ എനിക്കൊണ്ട് ലാസ്റ്റ് മന്ത് ഓർ 2 months ബാക്ക് ഫയർ ചെയ്തു. വാട്ട് യു തിങ്ക് ഫാസിൽ, എല്ലാവരും AI പഠിക്കണം എന്നാണോ ഇത് നമുക്ക് സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും AI ഒരുപാട് ജോബ് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതാണ് നീ പറഞ്ഞ ഈ ഒരു കമ്പനി AI തന്നെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. പക്ഷെ അത് ആരെയാണ് അത് പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണോ ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഇപ്പൊ എല്ലാ കാലഘട്ടത്തിലും അതിനനുസരിച്ചുള്ള ടെക്നോളജികൾ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുക, സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ ഇതിപ്പോ ഒരു AI ഇറയാണ്, ഒരു AI എവല്യൂഷൻ ആണ് അല്ലെങ്കിൽ റെവല്യൂഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ AI സ്കിൽസ് പഠിച്ച് നമ്മുടെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്താൽ നമുക്കും ആ ഫീൽഡിൽ പിടിച്ചു നിൽക്കാവുന്നതാണ്. അപ്പൊ ബേസിക്കലി അത് എനിക്ക് തോന്നുന്നു AI അപ്ലൈ ചെയ്യാനല്ല, പക്ഷെ നമ്മുടെ ജോബ് സ്പീഡ് ആക്കാം എന്നല്ലേ. എക്സാക്ട്ലി. ഇപ്പൊ കമ്പനീസ് എപ്പോഴും നോക്കുന്നത് കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയീസ്, ഒരുപാട് അവർക്ക് സേവിങ്സ് കൊടുക്കുന്ന എംപ്ലോയീസ് ആണ്. അപ്പൊ AI അറിയുന്ന എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് AIന്റെ മെയിൻ പർപ്പസ് എന്താണ്? കൂടുതൽ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് പെട്ടെന്ന് ചെയ്യുക, ഹ്യൂമൻ എറേഴ്സ് കുറക്കുക, പിന്നെ അതുപോലെ ലീവ് എടുക്കാത്ത ഒരു എംപ്ലോയി ആയി മാറുക എന്നുള്ളതൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ നോക്കുന്ന ആളുകളെ AI ജനറലിസ്റ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ AI ജെൻ എഞ്ചിനീയർ, AI ഓട്ടോമേഷൻ എഞ്ചിനീയർ, അല്ലെങ്കിൽ AI ഇന്റഗ്രേഷൻ എഞ്ചിനീയർ. എന്താ സാധ്യത? ഇത് എല്ലാ കമ്പനികളിലും ആവശ്യമായിട്ട് വരുന്നതാണ്. ഇപ്പൊ ജാറ് നേരത്തെ പറഞ്ഞ ആമസോൺ, അക്സെഞ്ചർ, അതുപോലെ TCS, ഇത് കൂടാതെ തന്നെ ഇപ്പോൾ മറ്റു സർവീസ് മേഖലയിലുള്ള മറ്റു കമ്പനികളായാലും ഇപ്പം KPMG ആയിക്കോട്ടെ, PwC ആയിക്കോട്ടെ, ഇവരൊക്കെ തന്നെ EY ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ അവരുടെ AI പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടും അതിൽ അവർക്ക് പറ്റുന്ന ടൂളുകൾ, സർവീസ് മേഖലയിൽ അവർക്ക് വേണ്ട ടൂളുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. PwC തന്നെ $2 billion ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ കമ്പനികളും ഈ മേഖലയിലേക്ക് വരികയാണ്. ഇപ്പൊ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഏറ്റവും 2025 റിപ്പോർട്ട് ഉണ്ട്. അതിൽ അടുത്ത വരുന്ന വർഷത്തിൽ ഏകദേശം 85 മില്യണോളം ജോബുകൾ ഇല്ലാതെയാകുന്നതിനാണ് പറയുന്നത്. പക്ഷെ 97 മില്യൺ പുതിയ ജോബുകൾ സൃഷ്ടിക്കപ്പെടും. അപ്പൊ അവിടെ എന്താണ് AI അറിയുന്ന, ഈ പറഞ്ഞ പോലെ ജഹാർ പറഞ്ഞ പോലെ തന്നെ AI ജനറലിസ്റ്റ് എന്നൊക്കെ പറയുന്ന പൊസിഷൻസ് വളരെ വേണ്ട കമ്പനികൾ അത്യാവശ്യമുള്ള ഒരു പൊസിഷനായിട്ട് മാറും. AI അറിയുന്ന ആളുകൾക്ക് അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പുതിയ ഒരുപാട് മേഖലകൾ തുറന്നു വരികയാണ്. നമ്മുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഏതൊരു പുതിയ ടെക്നോളജി വരുമ്പോഴും അതിനെതിരെ ആളുകൾ ഉണ്ടാവും. ഇപ്പോൾ ആദ്യമായിട്ട് കാർ ഇറക്കിയപ്പോഴും ലണ്ടൻ നഗരത്തിൽ അതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ കമ്പ്യൂട്ടർ വന്നപ്പോഴും നമുക്കറിയാം തൊഴിൽ പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ, കൈത്തൊഴിൽ നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് കമ്പ്യൂട്ടർ വന്നു, ഒരുപാട് മേഖലകൾ തുറന്നു വന്നു. അതിനുശേഷം ജോലി എല്ലാം കമ്പ്യൂട്ടറിലേക്ക് മാറി. ഇതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ അറിയാത്ത ആളുകൾ എപ്രകാരമാണോ അറിയുന്ന ആളുകളെ സഹായം തരുന്നത്, അതുപോലെ ഇനിയുള്ള കാലത്ത് AI അറിയാത്ത ആളുകൾ AI അറിയുന്ന ആളുകളുടെ അടുത്തേക്ക് ചെല്ലും. പക്ഷെ ടു സം അപ്പ്, AI ടൂൾസ് മാത്രം അറിഞ്ഞാൽ ഞാൻ പറയും അതൊരു ഡെഡ് പ്രോട്ടോടൈപ്പ് ആണ്. കാരണം AI മാത്രം പോരാ, കോണ്ടന്റ് ആർക്കും ഉണ്ടാക്കാം. ഇത് ആര് പോസ്റ്റ് ചെയ്യും? ഓട്ടോമാറ്റിക് പോസ്റ്റ് ചെയ്താലോ? അവിടെയാണ് AI ഓട്ടോമേഷന്റെ ഒരു റിലവൻസ് വരുന്നത്, അല്ലെ? സോ 2025 എൻഡ് ആവുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും AI എന്നൊരു ഹൈപ്പ് സൈക്കിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു റിയൽ വാല്യൂ എക്സിക്യൂഷനിലാണ് വരുന്നത്, അല്ലെ? എവിടെ യൂസ് ചെയ്യണം, അതെങ്ങനെ റവന്യൂ ജനറേറ്റിംഗ് മോഡൽ ആക്കാം, അതിന് ഓട്ടോമേഷനും കൂടി കൂട്ടി വെക്കണം എന്നാണ് ഐ ബിലീവ്. വാട്ട് യു തിങ്ക്? 2026 നമുക്ക് ഇപ്പൊ AIന്റെ സൈഡ് ആണെങ്കിലും ഓട്ടോമേഷന്റെ സൈഡ് ആണെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോൾ തുടങ്ങി വെച്ച ഈ AI ഏജന്റ് അല്ലെങ്കിൽ ഏജന്റിക് AI എന്ന് പറയുന്നത് കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എത്തും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പർച്ചേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ഇ-കൊമേഴ്സ് ആയിട്ട് പോയി പർച്ചേസ് ചെയ്യണ്ടേ, ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട് എൻഡ്സ് ചിലപ്പം ഫ്രണ്ട് എൻഡ് ഒരു ഇ-കൊമേഴ്സ് സ്റ്റോറിന്റെ ആണെങ്കിലും അതെ അതിന്റെ ഫ്രണ്ട് എൻഡ് ഉണ്ടാവില്ല. കാരണം ഈ AI ഏജന്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ GPTന്റെ ഏജന്റ്സ് ഡയറക്റ്റ് അവരുടെ ബാക്ക് എൻഡുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സംഭവങ്ങൾ അവിടുന്ന് ഫെച്ച് ചെയ്ത് തന്നാൽ മതി. ഒരു യൂസറിന് വേറൊരു ബ്രൗസർ ത്രൂ ഒരു ഇന്റർഫേസിലോട്ട് പോകേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ചും കൂടെ ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി AI ഏജൻസ് കഴിഞ്ഞ ആഴ്ച അത് കണ്ടു. അറ്റ്ലസിൽ പോയിട്ട് ഫ്ലൈറ്റ് ബുക്കിംഗ് ജസ്റ്റ് ഒരു വോയിസ് എക്സാക്ട്ലി അത് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ GPT ഇപ്പൊ ഒരുപാട് നമ്മളെ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, AI മോഡൽസ് എല്ലാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരാണ്, നമ്മുടെ ചിന്തകൾ എന്താണ്, നമ്മുടെ സ്ട്രഗിൾസ് എന്താണ്, നമ്മൾ എല്ലാം അത് പഠിക്കും.
പിന്നെ നമ്മുടെ ഒരു മിനി AI അല്ലെങ്കിൽ ഒരു മിനി ജഹാർ, മിനി സതി എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ എല്ലാ സ്വഭാവങ്ങളും നിന്റെ വീക്ക് പോയിന്റ്സും നിന്റെ സ്ട്രെങ്ത്തും എല്ലാം ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ നിന്നോട് ചോദിക്കുന്നതിന് പകരം ഈ ഒരു ആൻസർ ഇതിനോട് ചിലപ്പോൾ നീ തരുന്ന അതേ ആൻസർ ആയിരിക്കും ഇയാളും തരുന്നത്. ആ ഒരു ലെവലിക്ക് നമ്മുടെ ഒരു അനദർ യു എന്ന് പറയുന്ന ലെവലിക്ക് വരാനുള്ള നമ്മുടെ ആക്ച്വൽ ക്ലോൺ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് AI ആണ് 2026 ൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അതിപ്പോ പറയാൻ കാരണം ഇപ്പൊ നിന്നോട് നിന്റെ ഒരു ക്ലോൺ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നീ കൊടുക്കുന്ന ഇൻഫർമേഷൻ വളരെ ലിമിറ്റഡ് ആയിരിക്കും. നിനക്ക് ഓർമ്മയിലുള്ള കുറച്ച് സാധനങ്ങൾ, അല്ലെങ്കിൽ നീ പോലും അറിയാത്ത നിന്നിലൊരു നമ്മളുണ്ട്. ഒരു സൈക്കോളജിസ്റ്റ് ഒക്കെ ചെന്നാൽ അതാണ് ചെയ്യുന്നത്. നമ്മളറിയാത്ത നമ്മൾ എടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ അതിനോട് ചെയ്യുമ്പോൾ ആ എല്ലാ ഡാറ്റയും കൂടെ ഇന്റർപ്രറ്റ് ചെയ്ത് അത് മനസ്സിലാക്കും യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്ന്. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്. അപ്പോ നമ്മൾ പോലും അറിയാത്തൊരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള നമ്മളെ അവിടെ മെഷീൻസ് വരുമോ? എക്സാക്ട്ലി, അത് വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ഇന്റലിജൻസ് ഒന്നും ഇപ്പൊ അടുത്ത് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ബട്ട് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന, നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന, നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ അറിയുന്ന ഒരാള്, ഒരു GPT മോഡൽ. അവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമ്മളൊരു ആദ്യമായിട്ട് ഒരു കണ്ടുപിടുത്തം വരികയാണെങ്കിൽ, ഒരു പുതിയൊരു സാധനം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് സമയം എടുക്കും. ഇപ്പോൾ ഏറ്റവും ഇഷ്ടം ഇപ്പൊ ചക്രം കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം എടുത്തിട്ടാണ് മനുഷ്യൻ കണ്ടുപിടിക്കുന്നത് ചരിത്രത്തിൽ. പക്ഷെ അത് ഉപയോഗിച്ചിട്ട് ഒരു വാഹനം അതിന്റെ നെക്സ്റ്റ് ലെവൽ കൊണ്ടുപിടിക്കാൻ അത്ര സമയം എടുക്കുന്നില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന നാരോവേ അത് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് ഇപ്പോൾ ഉള്ള ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇപ്പൊ ഇനി എങ്ങോട്ടുള്ള ഡെവലപ്മെന്റ് അതിന് അത്ര സമയം എടുക്കില്ല. അതാണ് നമ്മുടെ എല്ലാ കണ്ടുപിടുത്തങ്ങളുടെ ഒരു ചരിത്രം. സോ ഓവറോൾ ടു സം അപ്പ്, നമ്മള് വി ഷുഡ് നോട്ട് ബി ലേറ്റ്. നമ്മൾ AI പഠിക്കാൻ നമ്മളെ ലൈഫിൽ പേഴ്സണൽ ആവട്ടെ, നമ്മുടെ കരിയർ ആവട്ടെ, അവിടെയൊക്കെ യൂസ് ചെയ്ത് തുടങ്ങാം. റൈറ്റ്, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് റിയാലിറ്റി. AI ലിറ്ററസി ഈസ് ഇമ്പോർട്ടന്റ്. എന്നിട്ട് ആൻഡ് വി ഹാവ് ടു മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അത് AI ഓട്ടോമേഷൻ എന്നാണ്. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ വിഷ് ടു സം അപ്പ്. അതിന്റെ കൂടെ പറയാനുള്ളത്, ഇപ്പൊ AI ഒരുപാട് ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് AI ജനറേറ്റഡ് കോണ്ടന്റ്സ് വരുന്നുണ്ട്. അപ്പം അതില് ഒരു എന്താ പറയാ, നമുക്ക് AI ജനറേറ്റഡ് കോണ്ടന്റ് ഏതാണ്, റിയൽ കോണ്ടന്റ് ഏതാണ് എന്നറിയാനുള്ള ഒരുപാട് ടൂൾസ് അതിന്റെ ഒരു ചാൻസ് കാണുന്നുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് ഒരാളുടെ ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഒരു ഇൻഫർമേഷൻ, ഒരു സൈറ്റിനെ കുറിച്ച്, എന്തെങ്കിലും സാധനത്തെ കുറിച്ച് ഇൻഫർമേഷൻ ഒക്കെ അത് AI ജനറേറ്റഡ് കോണ്ടന്റ് ആണോ റിയൽ ഹ്യൂമൻ കണ്ടന്റ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടൂൾസ് വരും. അതുപോലെ തന്നെ ഒരുപാട് പുതിയ ലോസ് കൂടെ ബൈ നെക്സ്റ്റ് ഇയർ ഒക്കെ വരും എന്ന് തോന്നുന്നുണ്ട്. കാരണം പല കാര്യങ്ങളും. അതെ 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 അതെ. അപ്പൊ ഈ ഒരു AI വളരുന്നതനുസരിച്ച് എന്തൊക്കെയാണോ ഇപ്പൊ ഒരു ഹ്യൂമനെ നിയന്ത്രിക്കാൻ ഈ സമൂഹത്തിലുള്ളത്, ലോസ്, അതുപോലെ തെറ്റേതാണ് ശരി ഏതാണെന്ന് അറിയാനുള്ള കോഴ്സ്, അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ AIക്ക് ഇന്റലിജൻസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് AI റെസ്ട്രിക്റ്റ് ചെയ്യാനും. അതായത് ഇതിനോടനുബന്ധിച്ച് പല ഇൻഡസ്ട്രികളും ഇത് റെസ്ട്രിക്ട് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട്, ഇപ്പൊ നമ്മൾ ഒരു നാട്ടിൽ വലിയൊരു സ്ഥാപനം അതിനോട് അനുബന്ധിച്ച് ചിലപ്പോൾ ഒരുപാട് തട്ടുകടകളടക്കം വരും എന്ന് പറയുന്ന പോലെ AI വരുമ്പോൾ ഇൻഡസ്ട്രിയെ മൊത്തം അത് എഫക്ട് ചെയ്യുന്നു. AI ഷോപ്സ് വരുന്ന എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ മാത്രമല്ല, ഇപ്പൊ ടെക്കിലുള്ളതായതുകൊണ്ട് നമുക്കിത് പറയാൻ പറ്റുന്നുണ്ട്. എല്ലാ ഇൻഡസ്ട്രിയും 2026 ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അതായത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമുക്ക് ഒരാഴ്ച മുന്നേ വന്നിട്ട് കഴിഞ്ഞ ഒക്ടോബറിൽ 29 വന്നിട്ടുള്ള ഫസ്റ്റ് 5 ട്രില്യൺ കമ്പനി ആയിട്ട് മാറിയിരിക്കുകയാണ് NVIDIA. നമുക്കറിയാം ട്രില്യൺ കമ്പനീസ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അതിൽ NVIDIA എന്ന് പറഞ്ഞാൽ AI-ന് വേണ്ടി ചിപ്സ് ഉണ്ടാക്കുന്ന കമ്പനികൾ. അപ്പൊ അതിലിപ്പോ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ട്രില്യൺ കമ്പനീസ് നോക്കുകയാണെങ്കിൽ അതിലിപ്പോ ഫസ്റ്റിലുള്ള ലിസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ അതിലിപ്പോ സൗദിയുടെ ഒരു അരാംകോ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം AI-യുമായി ബന്ധപ്പെട്ട കമ്പനികളാണ്. ആമസോൺ ആയിക്കോട്ടെ, ഗൂഗിളിന്റെ ആൽഫ ആയിക്കോട്ടെ, ഇതൊക്കെയാണ് ആ ട്രില്യൺ കമ്പനീസിൽ വരുന്നത്. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഇപ്പോൾ NVIDIA ആണ്, ആ ചിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ ഇൻഡസ്ട്രികളും ഈ ഒരു മേഖലയിലേക്ക് ഫോക്കസ് ചെയ്യാണ്. ഫണ്ടിങ് ഏറ്റവും വരുന്നത് AI-യുമായി ബന്ധപ്പെട്ടിട്ടാണ്. സോ just to sum up, we have talked more. Yes. So AI literacy is important. AI jobs നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. ആൻഡ് ഈ ഇൻവെസ്റ്റ്മെന്റ്, ആ ലാസ്റ്റിൽ പറഞ്ഞ നോട്ട് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് has happened, right? അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് 2026 എക്സ്പെക്ട് ചെയ്യാം. ഇന്ന് പോലും അതിന്റെ ഒരു ന്യൂസ് ഉണ്ട്. ഇപ്പോ US ഗവൺമെന്റ് അപ്രൂവൽ കൊടുത്തിട്ടാണ് NVIDIAക്ക് UAE-ലോട്ട് ചിപ്പ്, അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് അവർക്ക്. NVIDIAക്ക് അങ്ങോട്ട് ഗവൺമെന്റ് അപ്രൂവൽ ഇല്ലാതെ അവർക്ക് ചിപ്പ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് സാക്ഷൻ കൊടുത്തിട്ടുണ്ട്. That's a valuable note. So overall I would say നെക്സ്റ്റ് ടോപ്പിക്, നമ്മൾ നെക്സ്റ്റ് പോഡ്കാസ്റ്റ് നമ്മൾ പറയും AI ഓട്ടോമേഷൻ എന്താ ബന്ധം, 2026 എങ്ങനെ ഓട്ടോമേഷൻ AI-നെ ഡ്രൈവ് ചെയ്യും എന്ന രീതിയിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഫാസിൽ ആൻഡ് സദീർ ഫോർ ജോയിനിങ് ദ മീറ്റ്.